ഇങ്ങനെ സമ്മാനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുവിൻ്റെ കഥ ആരംഭിക്കുന്നത്. ഓരോ സമ്മാനത്തിനകത്തും ഒരു ദിശ കൃത്യമായിട്ട് ഉള്ളടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആ പദം വായിച്ചെടുക്കുന്നത്. ക്രൈസ്റ്റ് ദ ഇൻഡിസ്ക്രൈബിൾ ഗിഫ്റ്റ്, വിശദീകരിക്കാനാവാത്ത സമ്മാനം. ചെമ്പട്ട് കൊണ്ട് പൊതിഞ്ഞ, ചരിത്രത്തിൻ്റെ വാറല കൊണ്ട് പൊതിഞ്ഞ, പ്രവചനങ്ങളുടെ ചുള്ളുകൊണ്ട് പൊതിഞ്ഞ ആ ഒരു അനുഭവത്തെ നമുക്ക് അഴിച്ചെടുക്കേണ്ട ബാധ്യതയുണ്ട്. അതനുസരിച്ച് നിശ്ചയമായിട്ട് ഇങ്ങനെ പ്രകാശത്തിലേക്ക് വരും. പലപ്പോഴും സംഭവിക്കുന്ന ദുരന്തം, നമുക്ക് ലഭിക്കുന്ന പല സമ്മാനങ്ങളും നമ്മളിങ്ങനെ അഴിച്ചെടുക്കുന്നേ ഇല്ല. നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊരു വ്യക്തി എടുക്കുക, നമുക്ക് ലഭിച്ച ഏറ്റവും നല്ല സമ്മാനമാണ്. അതിൻ്റെ എത്ര കുറച്ചാണ് നമ്മൾ അയാളെ അഴിച്ചെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെ അൺഎക്സ്പ്ലോർഡായിട്ട് ഖനനം ചെയ്യാതെ മിക്കവാറും മനുഷ്യരും അനുഭവങ്ങളും കടന്നു പോകുന്നു. നമ്മൾ കൈമാറുന്ന സമ്മാനം എന്താണ്? എല്ലാം നമുക്ക് ഫേവറബിളാണ്. എന്നിട്ട് പകരം നമ്മൾ കൈമാറുന്ന എന്താണ്? എത്ര അലക്ഷ്യമായിട്ടാണ് നമ്മൾ നമ്മുടെ ഉറ്റവരുടെ കയ്യിലേക്ക് ഇപ്പോഴും ഓർമ്മയിൽ ഇങ്ങനെ ചോര പൊടിയുന്ന സമ്മാനങ്ങളൊക്കെ കൈമാറിയിട്ടുള്ളത്. ആ ഒരു സാന്താക്ലോസിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്ത് കൈമാറുമ്പോഴും അതിനകത്ത് ഏറ്റവും നിങ്ങളില്ലാതെ പോകാനായിട്ട് ശ്രദ്ധിക്കുക.